ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. ഒരു ദിവസം മുമ്പ് ഒരു പാഴ്സി ഭക്തൻ പസ്താസേത്ത് മുംബൈയിൽ നിന്നും 25 രൂപ മണി ഓർഡർ അയച്ചിരുന്നു. ബാബ ഈ പണത്തെ പാദുകങ്ങൾ പതിക്കാനുള്ള ചിലവിനായി ഉപയോഗിക്കുന്നതിന് നൽകി. എല്ലാം കൂടി 100 രൂപ ആവശ്യമായിരുന്നു. ഈ ജോലി തീർക്കാൻ ബാക്കി 75 രൂപ സംഭാവനയായി ലഭിച്ചിരുന്നു. ആദ്യത്തെ 5 വർഷം GK ഡിക്സിറ്റ് പാദുകയെ ദിവസേന പൂജിച്ചു. പിന്നെ ലക്ഷ്മണ കചോഷ ചാക്കാട് ഈ പ്രവൃത്തി തുടർന്നു. ഡോക്ടർ കേത്തരെ ആദ്യം 2 വർഷക്കാലം മാസം 2 രൂപ വീതം വിളക്ക് കത്തിക്കുവാനായി അയച്ചിരുന്നു. പാദുകങ്ങൾക്ക് ചുറ്റും സ്ഥാപിക്കാനുള്ള ഇരുമ്പ് വേലിയും അദ്ദേഹം മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നു. ആ വേലി സ്റ്റേഷനിൽ നിന്നും ഷിർദിക്ക് കൊണ്ടുവരുവാനും രൂപ 7.50 മേൽപ്പുര ഉണ്ടാക്കുവാനുമുള്ള ചെലവും സഗുണം മേരു നായിക്ക് വഹിച്ചു. ഇപ്പോൾ ജാക്കഡ് ജ്ഞാന പൂജാരി പൂജകൾ നടത്തി വരുന്നു. സഗുൺ മേരു നായിക്ക് വൈകുന്നേരത്തെ വിളക്കുകൾക്കും നൈവേദ്യത്തിനുമുള്ള ചിലവുകൾ വിനിയോഗിക്കുന്നു. സഗുണ മേരു നായിക്ക് വൈകുന്നേരത്തെ വിളക്കുകൾക്കും നൈവേദ്യത്തിനുമുള്ള ചിലവുകൾ വിനിയോഗിക്കുന്നു. ഭായി കൃഷ്ണജി ആദ്യത്തെ അക്കൽക്കോട്ട് മഹാരാജാവിന്റെ ഭക്തനായിരുന്നു. പാദുകം പതിക്കുന്ന സന്ദർഭത്തിൽ അക്കൽക്കോട്ടിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഷിർദിക്ക് വന്നു. ശാകവർഷം 1934. അതിൽ പിന്നെ അദ്ദേഹം അടിക്കടി ഷിർദിയിലേക്ക് പോകുമായിരുന്നു. ശ്രീ ബി ദേവ് ഈ വർത്തമാനങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് ഹേമന്ത് പന്ത് ഇതൊന്നും അറിയുമായിരുന്നില്ല. അറിയാമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതുകൂടി സച്ചരിത്രത്തിൽ ചേർക്കുമായിരുന്നു. മെഹ്ദീൻ താബൂലിയുമായുള്ള മത്സരവും ജീവിതമാറ്റവും. ബാബയുടെ മറ്റു ചില കഥകളിലേക്ക് കടക്കാം. ഷിർദിയിൽ ഒരു മല്ലയുദ്ധ മത്സരക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് മെഹ്ദീൻ താബൂലി. ബാബയും അവനും ചില കാര്യങ്ങൾ സ്വൈരാക്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ അവർ തമ്മിൽ പിണങ്ങി. ഇതിൽ ബാബ തോറ്റുപോയി. അന്നു മുതൽ ബാബയുടെ വസ്ത്രങ്ങൾ ജീവിത രീതിയും മാറ്റി. ഒരു കഫ്നി, ഉടൽ നീളമുള്ള ഒരു വലിയ വസ്ത്രം, അരയിൽ ചെറിയ ഒരു തുണി, കൗപീനം, തലമറയ്ക്കാൻ ചെറിയ ഒരു തുണി, ഇത്രയുമാണ് ബാബ സ്വീകരിച്ച വേഷം. കിടക്കാനായി ഒരു ചാക്ക് മാത്രം. കീറിയതും പഴയതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ ബാബ വിമുക്തനായിരുന്നില്ല. ദാരിദ്ര്യ ജീവിതം രാജഭോഗത്തിനേക്കാൾ നല്ലതാണ്, പ്രഭുത്വത്തിനേക്കാൾ എത്രയോ ഉയർന്നതുമാണ്. ഏഴകളുടെ സഹോദരനാണ് ദൈവം. ഗംഗാഗീറും മല്ലയുദ്ധ മത്സരത്തിൽ ആഗ്രഹമുള്ളവനായിരുന്നു. അയാൾ ഒരു പ്രാവശ്യം മല്ലയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നിലുള്ള സദ്ഗുണങ്ങൾ ഉണർന്നു. ശരിയായ സമയത്ത് അയാൾ ഒരു ശബ്ദം കേട്ടു: ഈ ജീർണിച്ച ശരീരം കൊണ്ട് ദൈവത്തോട് കളിക്കരുത്. തുടർന്ന് അയാൾ ഈ ലൗകിക ജീവിതം വിട്ട് ആത്മീക ജീവിതം കൈക്കൊണ്ടു. അദ്ദേഹം പുൻതാംബെ നദീതീരത്തിൽ ഒരു മഠം സ്ഥാപിച്ചു. അതിൽ തന്റെ ശിഷ്യനോടൊപ്പം വസിച്ചു. സായിബാബ അധികം സംസാരിക്ക പതിവില്ല. ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു. പകൽ സമയത്ത് ബാബ വേപ്പുമരത്തടിയിലോ അല്ലെങ്കിൽ ഒരു അരുവിയുടെ തീരത്തുള്ളതും ഗ്രാമത്തിന്റെ പുറത്തുള്ളതുമായ ബാബുൽ മരത്തണലിലോ ഇരിക്കുക പതിവായിരുന്നു. തോന്നിയാൽ ചിലപ്പോൾ ഉച്ച സമയത്ത് നിഗമാവിലേക്ക് നടന്നു ചെല്ലും. ബാലാ സാഹിബ് ഡോക്ലോയുടെ വീട്ടിലേക്ക് ബാബ അടിക്കടി പോയിരുന്നു. രണ്ടാമതും ഒരു കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുജൻ നാനാ സാഹിബിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ബാബയെ കാണാനായി അടിക്കടി കൂട്ടിക്കൊണ്ടു പോയിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം നാനാ സാഹിബിന് ഒരു കുട്ടിയുണ്ടായി. ആ സമയം മുതൽ ആളുകൾ ബാബയെ കാണാൻ കൂട്ടം കൂട്ടമായി വരുവാൻ തുടങ്ങി. ബാബയുടെ കീർത്തി പരക്കുവാൻ തുടങ്ങി. അഹമ്മദ് നഗർ വരെ എത്തി. അതുമുതൽക്കേ നാനാ സാഹിബ്, ചന്ദേക്കർ, കേശവ് ചിദംബർ ഇവർ ഇരുവരും മറ്റു പല ആളുകളും ശ്രദ്ധിക്ക് വന്നു തുടങ്ങി. പകലുകളിൽ ബാബയെ ചുറ്റിലും ഭക്തന്മാർ എപ്പോഴും ഉണ്ടായിരുന്നു. രാത്രികളിൽ ബാബ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മസ്ജിദിൽ ഉറങ്ങിയിരുന്നു. ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ: ഒരു ഹൂക്ക, പുകയില, ഒരു ഡാം റോൾ, തകര ഡപ്പ, കഫ്നി, നീളവസ്ത്രം, തലയിൽ ചുറ്റിയിരുന്ന ഒരു നീണ്ട തുണി, ഒരു ചെറിയ വടി എന്നിവയാണ്. വടി എപ്പോഴും ബാബയുടെ കയ്യിൽ തന്നെയായിരുന്നു. തലയിൽ കെട്ടിയിരുന്ന തുണി പായ പോലെ ചുരുട്ടി തലയിൽ വെക്കും. അതിന്റെ ഒരറ്റം ഇടത്ത് ചെവിക്കു പിന്നിൽ തൂങ്ങിക്കിടക്കും. ആഴ്ചകൾ കഴിഞ്ഞേ അത് വൃത്തിയാക്കാറുള്ളൂ. ഷൂസ് ഒന്നും ബാബ ഉപയോഗിച്ചിരുന്നില്ല. ചെരുപ്പും ഒരു ചാക്കിന്റെ കഷ്ണത്തിലുമാണ് ബാബ പതിവായി ഇരുന്നിരുന്നത്. ഒരു ചെറിയ കൗപീനം അണിഞ്ഞിരുന്നു.
തണുപ്പുള്ളപ്പോൾ ധൂനിയുടെ മുൻപിൽ തെക്കു നോക്കിയിരിക്കുമായിരുന്നു. ആ സമയങ്ങൾ ബാബയുടെ ഇടത്ത് കാൽ ഇരുമ്പ് വേലിയുടെ മേൽ മുട്ടിച്ചിരിക്കും. ആ അഗ്നിയിൽ അഹങ്കാരമാവുന്ന നൈവേദ്യം, ആഗ്രഹങ്ങൾ ഇവയെ ഇട്ടിരുന്നു. ദൈവം എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണ്, അല്ലാ മാലിക് എന്ന് എപ്പോഴും പറയും. ബാബ ഇരുന്നിരുന്ന മസ്ജിദിൽ 2 മുറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഭക്തന്മാരും അവിടെ ചെന്ന് ബാബയെ ദർശിച്ചിരുന്നു. 1912 വലിയൊരു മാറ്റമുണ്ടായി. പഴയ മസ്ജിദിനെ നന്നാക്കി അവിടെ തിണ്ണ ഉണ്ടാക്കി. ബാബ ഇടയ്ക്ക് വരുന്നതിനു മുമ്പ് താക്കിയ എന്നൊരിടത്ത് താമസിച്ചിരുന്നു. കാലിൽ ചിലങ്ക കെട്ടി പാട്ടുപാടി ബാബ നന്നായി നൃത്തം വെച്ചിരുന്നു. വെള്ളത്തേനെ എണ്ണയാക്കിയത്. സായിബാബയ്ക്ക് വിളക്കുകൾ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങാടിയിലുള്ളവരോട് കടമായി എണ്ണ മേടിച്ച് മസ്ജിദിലും ക്ഷേത്രത്തിലും രാത്രി മുഴുവൻ വിളക്കുകൾ തെളിയിക്കും. ഇത് കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നു. വെറുതെ എണ്ണ കൊടുത്തിരുന്ന ബനായിക്കളെ കടകൾ വെച്ചിട്ടുള്ളവർ എല്ലാവരും ചേർന്ന് ഇനി ബാബയ്ക്ക് എണ്ണ കൊടുക്കേണ്ടെന്ന് തീർച്ചയാക്കി. അടുത്ത പ്രാവശ്യം ബാബ കടകളിൽ ചെന്ന് എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ മാതിരി തരില്ല എന്ന് ഉത്തരം നൽകി. ഒരിളക്കവും വരാത്ത ബാബ മസ്ജിദിലേക്ക് ചെന്ന് വിളക്കുകളിൽ ഉണങ്ങിയ തിരികൾ വെച്ചു. ബനായിക്കളെല്ലാം ജിജ്ഞാസയോടെ ബാബ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിന്നു. ബാബ തന്റെ തകരപാത്രമെടുത്ത് അതിൽ ഏതാനും തുള്ളികൾ മാത്രമേ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കുറെ വെള്ളം ഒഴിച്ചു. അത് കുടിച്ചു തുപ്പി പ്രകാരം ചെയ്തിട്ട് പാത്രത്തിലുള്ള വെള്ളത്തെ വിളക്കുകളിൽ ഒഴിച്ച് തിരി കൊളുത്തി. നോക്കി നിന്നിരുന്ന ബനായിക്കളിൽ ആശ്ചര്യവും ഭീതിയും അത്ഭുതവും ജനിച്ചു. വിളക്കുകൾ എല്ലാം തെളിഞ്ഞു. ദീർഘനേരം അവ കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇത് കണ്ട ബനായിക്കൾ സ്വയം പശ്ചാത്തപിക്കുകയും ബാബയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അവരോട് ഇനിയെങ്കിലും സത്യമായി നടന്നുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് ബാബ അവർക്ക് മാപ്പ് നൽകി. കള്ളസ്വാമിയാർ ഗുരു ജവഹർ അലി. മുമ്പിൽ പറഞ്ഞ മല്ലയുദ്ധം കഴിഞ്ഞ് 5 കൊല്ലം ജവഹർ അലി എന്ന പേരോടുകൂടി ഒരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും റാഹാട്ടേവിലേക്ക് ശിഷ്യന്മാരോട് കൂടി വന്നു. അവർ വീരഭദ്ര അമ്പലത്തിനടുത്തുള്ള ബക്കാലിയിൽ വലിയ മുറി താമസിച്ചിരുന്നു. ഖുർആൻ മുഴുവനും വായ്പാട്ടായി ചെല്ലുവാനും നല്ല ശബ്ദമുള്ളവനുമായിരുന്നു. പല മതഭക്തന്മാരെ അദ്ദേഹത്തെ വന്നു കാണുകയും വന്ദിക്കുകയും പതിവായിരുന്നു. ജനങ്ങളുടെ സഹായം കൊണ്ട് അദ്ദേഹം ഒരു ഇഗഡ മുഹമ്മദീയരുടെ ഈദ് ദിവസ പ്രാർത്ഥനാ സ്ഥലം വീരഭദ്ര അമ്പലത്തിനടുത്ത് പണിയിച്ചു. ഇത് കാരണം കുറെ തർക്കങ്ങൾ ഉണ്ടാവുകയും ജവഹർ അലി റാഹാട്ട വിട്ടു പോകേണ്ടതായും വന്നു. പിന്നെ അദ്ദേഹം ഷിർദിക്ക് വന്നു. ബാബയോടൊപ്പം മസ്ജിദിൽ താമസിച്ചു. മധുര സംസാരം കൊണ്ട് ആളുകളെയെല്ലാം അദ്ദേഹത്തിന്റെ അടിമകളാക്കി. ബാബ തന്റെ ശിഷ്യനാണെന്നും അലി പറഞ്ഞു വരുത്തി. ബാബ നിഷേധിച്ചില്ല. പിന്നെ ഗുരുവും ശിഷ്യനും ചേർന്ന് റാഹാട്ടാവിലേക്ക് തിരിച്ചു. അവിടെ താമസം ആരംഭിച്ചു. ഗുരുവിന് തന്റെ ശിഷ്യന്മാരുടെ അറിവ് എത്രയാണെന്ന് അറിയാമായിരുന്നില്ല. പക്ഷേ ശിഷ്യന്മാർക്ക് ഗുരുവിന്റെ വീഴ്ച മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. എന്നിട്ട് ബാബ ഒരു പ്രാവശ്യവും തന്റെ ഗുരുവിനോട് മര്യാദക്കുറവ് കാണിക്കുകയോ കാര്യങ്ങൾ വീഴ്ച വരുത്തുകയോ ചെയ്തിരുന്നില്ല. പല വഴിക്കും ഗുരുവിനെ ആദരിച്ചു. പല പ്രാവശ്യം അവർ ഷിർദിക്ക് പോവുകയും അവിടെ റാഹാട്ടാവിൽ താമസിക്കുകയും ചെയ്തു. ബാബയുടെ ഭക്തന്മാർക്ക് അദ്ദേഹം ഷിർദി വിട്ട് റാഹാട്ടാവിലേക്ക് പോകുന്നതും അവിടെ താമസിക്കുന്നത് ഇഷ്ടമായില്ല. അതുകാരണം അവരെല്ലാവരും ചേർന്ന് ബാബയെ തിരിച്ചു കൊണ്ടുവരുവാനായി റാഹാട്ടയ്ക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന ഭക്തന്മാർ ബാബയോട് അവർ വന്ന കാര്യം വെളിപ്പെടുത്തി. പക്ഷേ ബാബ അവരോട് പറഞ്ഞു, ഫക്കീർ ഒരു കോപിഷ്ഠനാണ്. നിങ്ങളെല്ലാവരെയും കണ്ടാൽ തന്നെ എന്നെ വിടുകയില്ല. അതുകൊണ്ട് ഫക്കീർ വരുന്ന സമയത്ത് എല്ലാവരും ഷിർദിക്ക് പോവാനായി അപേക്ഷിച്ചു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഫക്കീർ തിരിച്ചു വന്നു. തന്റെ ശിഷ്യനെ കടത്തിക്കൊണ്ടു പോകുന്നതറിഞ്ഞ് അദ്ദേഹം അത്യധികം കോപിച്ചു. അവരുമായി വാഗ്വാദത്തിലും തർക്കത്തിലുമായി. ഒടുവിൽ ഇരുവരും ഗുരുവും ശിഷ്യനും ഷിർദിക്ക് പോകണമെന്ന നിശ്ചയത്തിലെത്തി. അത് നിറവേറ്റുകയും ചെയ്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ദേവിദാസ് ഗുരുവിനെ പരിശോധിക്കുകയും വീഴ്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബ ഒരു കല്യാണ പാർട്ടിയോടൊപ്പം ഷിർദിയിലെത്തിയിരുന്നല്ലോ. അന്ന് 10-11 വയസ്സായ ദേവിദാസും മാരുതി മന്ദിരത്തിൽ താമസിച്ചിരുന്നു. ദേവിദാസിന് നല്ല ശരീരവും കൂർമ്മതയുള്ള കണ്ണുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു. തത്യാക്കോട്ട, കാശിനാഥ് ഇവരെല്ലാം ദേവിദാസിനെ അവരുടെ ഗുരുവായി കരുതി. അവർ ജവഹർ ആലിയെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. തുടർച്ചയായ സംഭാഷണത്തിൽ ആലി തോൽക്കുകയും ഷിർദി വിട്ടുപോവുകയും ചെയ്തു. അദ്ദേഹം ബീജാപൂരിൽ വന്ന് താമസിച്ചു. പിന്നെ കുറെ കാലത്തിനു ശേഷം ഷിർദിക്ക് തിരിച്ചു വന്ന് ബാബയെ സന്ദർശിച്ച്
നമസ്കരിക്കുകയും ചെയ്തു. ബാബയോട് ആ വിധത്തിൽ പെരുമാറിയതോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു. ബാബ അദ്ദേഹത്തെ ഗൗരവമായി ഗണിക്കുകയും ചെയ്തു. ബാബയുടെ പ്രവൃത്തിയിൽ എങ്ങനെ ഒരാൾ അഹങ്കാരം വിട്ട് ശിഷ്യനായി ശ്രദ്ധാപൂർവം തന്റെ ജോലികൾ ചെയ്യണമെന്ന് കണക്കാക്കപ്പെട്ടു. ഈ കഥ മാൽസ്പതിയുടെ നിർദ്ദേശത്താലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. മാൽസ്പതി ഒരു തീവ്ര സായി ബാബ ഭക്തനായിരുന്നു. അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവം, മസ്ജിദിന് മുമ്പുള്ള സ്ഥിതി, പിന്നീടുണ്ടായ മാറ്റങ്ങൾ എന്നിവ. ശ്രീ സായിനാഥന് നമസ്കാരം. ആമീൻ.